ഇന്നത്തെ സുന്ദര നിമിഷങ്ങൾ നാളത്തെ ഏറ്റവും മികച്ച ഓർമ്മകളായിരിക്കും. അങ്ങനെ കുഞ്ഞു പ്രായത്തിലെ അന്നന്ന് സംഭവിച്ച കാര്യങ്ങൾ എഴുതി തുടങ്ങിയ എത്ര ഭംഗിയാകും. ഞാൻ പറഞ്ഞു വരുന്ന ഒരു 2ാം ക്ലാസ്സുകാരി അവളുടെ ജീവിതത്തെ ഡയറിയിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവൾ ഡയറിയിൽ കുറിക്കും. ഇന്ന് സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസമായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോയി. എനിക്ക് പുതിയ കൂട്ടുകാരനെ കിട്ടി. ഉദ്ഘാടനമുണ്ടായിരുന്നു, പായസമുണ്ടായിരുന്നു. സ്കൂളിൽ പോയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എൻ്റെ വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ പറിച്ച് ഉപ്പും മുളകുമിട്ട് ഞാനും ചേച്ചിയും കഴിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയനും കൂടി മഴയത്ത് കളിച്ചു. മഴ നനയുന്നത് കണ്ട് അച്ഛൻ വഴക്കു പറഞ്ഞു. ഞാനും അനിയനും ഉള്ളിൽ കയറി. ക്ലാസ്സിൽ വെച്ച് എൻ്റെ പെൻസിൽ ബോക്സ് കാണാതെ പോയി. അമ്മ വഴക്കു പറഞ്ഞു. എനിക്ക് സങ്കടമായി. ഞാനും എൻ്റെ അനിയനും കൂടി മണ്ണുകൊണ്ട് കളിച്ചു. ഇന്ന് അച്ഛൻ ദൂരെ പണിക്ക് പോയി. എനിക്ക് അച്ഛനെ കാണാൻ കഴിഞ്ഞില്ല. സങ്കടം തോന്നി. അഗളി കാരാറ GUP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരി സുദീപയുടെ ഡയറി നിറയെ ഓരോ ദിവസത്തെയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. വഴിയും പുഴയും മഴയും വഴിയരികിലെ മരത്തിലെ കിളിക്കൂടും ദിവസവും കണ്ടതും കേട്ടതും അറിഞ്ഞതുമെല്ലാം വടിവൊത്ത മലയാളത്തിൽ കുത്തിക്കുറിച്ചിട്ടുണ്ട് മലയാളം മാതൃഭാഷയല്ലാത്ത ഈ കൊച്ചുമിടുക്കി. 6ാം വയസ്സിൽ തന്നെ മലയാളത്തെ തൻ്റെ കുഞ്ഞിക്കൈയിൽ മെരുക്കിയെടുത്തിട്ടുണ്ട് ഈ മിടുക്കി. എഴുത്തിനു ചേർന്ന വിധം ഭംഗിയായാണ് സുദീപയുടെ അമ്മ ദീപയുടെ വരകളും. സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് സുദീപയുടെ ഓർമ്മക്കുറിപ്പിലെ വ്യത്യസ്തത തിരിച്ചറിഞ്ഞ് അവ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പിന്നാലെ അഭിനന്ദനങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രിയും രംഗത്തെത്തി. പുതിയ അച്ഛമാണ് ഇങ്ങനത്തെ ഒരു ഭാഗമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി ബുക്ക് ചോദിച്ചായിരുന്നു. ബുക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്തു. ടീച്ചർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട് അത് FB പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി അതിനോട് അനുബന്ധിച്ച് അഭിനന്ദനങ്ങളും തന്നു. വലിയ സന്തോഷം. 1ാം ക്ലാസ് മുതലേ ഡയറിയാണ് എഴുതുന്നത്. വരയ്ക്കുന്നത് അമ്മ, എഴുതുന്ന ഞാന്. പുതിയ കാലത്ത് കുഞ്ഞിനോടൊപ്പം അമ്മയും പഠന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി പങ്കാളിയാകുന്നത് എങ്ങനെയെന്നതിന് മികച്ച മാതൃകയാണ് സുദീപയുടെ അമ്മ ദീപ. എന്തായാലും സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഡയറി എഴുതാൻ പ്രചോദനമായി സുദീപയുടെ എഴുത്തും മന്ത്രിയുടെ അഭിനന്ദനവും. കുഞ്ഞിനെ തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കടന്ന് കരഞ്ഞിടും. 24 പാലക്കാട്.